എറണാകുളം പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന വീടുകളുടെ മുറ്റത്തോട് ചേർന്നാണ് മൃതദേഹം. കൊൽക്കത്ത സ്വദേശികളുടെ കുട്ടിയെന്നാണ് സംശയം. വിവരങ്ങളുമായി അനിൽ ജോർജ് ഉണ്ട്. അനിൽ, എങ്ങനെയാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്? ഇത് ആരുടേതാണ് എന്നതിൽ എന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? അഖില, ഷീല ജിയാറുൽ ദമ്പതികളെ കേന്ദ്രീകരിച്ചാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. ആശുപത്രികൾ മറ്റും കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹം ഇങ്ങനെ മാലിന്യ കൂമ്പാരത്തിൽ ഉള്ളതായി നാട്ടുകാർ കാണുന്നത്. ഈ പെരുമ്പാവൂരിൽ ഇത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. ഏതാണ്ട് 4-5 വീടുകൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അതിൽ ഒരു വീടിൻ്റെ മുന്നിലെ മാലിന്യ കൂമ്പാരത്തിൽ പട്ടികൾ വലിയ തോതിൽ കൂട്ടമായി എത്തുകയും അവിടെ എല്ലാം മാന്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് നാട്ടുകാർ ശ്രദ്ധിച്ചു. അവിടെ നിന്ന് വലിയ അസഹനീയമായ രീതിയിലുള്ള ദുർഗന്ധം ഉയരുകയും ചെയ്തു. ഇതോടെ നാട്ടുകാർ അവിടെ തെരച്ചിൽ നടത്തുകയായിരുന്നു. ആ തെരച്ചിലിലാണ് ഇങ്ങനെ ഈ മൃതദേഹം പുറത്തേക്ക് വന്നത്. ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ്. ഒരു ദിവസം മാത്രമാണ് മൃതദേഹത്തിന് പഴക്കമുള്ളതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. പൊക്കിൾക്കൊടി പോലും കൊഴിഞ്ഞു പോയിട്ടില്ലാത്ത രീതിയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ ദമ്പതികൾ, ഷീല ജറൽ ദമ്പതികൾ ഇപ്പോൾ സ്ഥലത്തിൽ അവർ വീട് പൂട്ടി പോയി എന്നാണ് തൊട്ട് അയൽവാസികൾ പറയുന്നത്. ഇവരുടെ 2 കുട്ടികൾ, മൂത്ത 2 കുട്ടികൾ ആ വീട്ടിൽ പുറത്തുണ്ട്. കുട്ടികളെ അകത്ത് ഇട്ടല്ല പൂട്ടിയിരിക്കുന്നത്, മറിച്ച് കുട്ടികൾ പുറത്താണുള്ളത്. ഒരാൾക്ക് 7 വയസ്സും ഒരാൾക്ക് 5 വയസ്സും മാത്രമാണ് ഈ കുട്ടികൾക്കുള്ള പ്രായം. അവർക്ക് മാതാപിതാക്കൾ എവിടേക്ക് പോയി എന്നറിയില്ല. തൊട്ട് അടുത്തുള്ളവർക്കും ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ഷീലയുടെ വയറ് വീർത്തിരിക്കുന്നത് കണ്ട അയൽവാസികൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഇടയ്ക്ക് തിരക്കിയപ്പോൾ ഗ്യാസ് സംബന്ധമായ അസുഖമുണ്ട്, ഒപ്പം വൃക്കകൾക്ക് തകരാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു യുവതി പറഞ്ഞത്. ഇത്തരത്തിൽ ചികിത്സ നടക്കുകയാണെന്നും അവർ പറയുകയും ചെയ്തു. അവർ ഗർഭിണിയാണ് എന്ന കാര്യം ഇത്തരത്തിൽ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. എന്നാൽ ഇപ്പോൾ ദമ്പതികൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അറിവും കിട്ടിയിട്ടില്ല. ഈ ദമ്പതികളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കുട്ടി ഇവരുടേത് തന്നെയാണ് എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. നാട്ടുകാരും ആ രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. ഈ ദമ്പതികളുടെ മൂത്ത കുട്ടികളെ പോലീസ് ഇപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടന്നു വരികയാണ്.